നമസ്കാരം. സംഗീത ജ്ഞാനാമൃതം പാർട്ട് 2. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് രാഗങ്ങളുടെ ക്ലാസിഫിക്കേഷൻസാണ്. അപ്പോൾ രാഗങ്ങൾ മെയിനായിട്ട് 2 തരമാണ്. മേളകർത്താ രാഗം, അതായത് ജനകരാഗം, ജന്യരാഗം. അപ്പോൾ ജനകരാഗങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്നതോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതാണ് ജന്യരാഗങ്ങൾ. ജനകരാഗങ്ങളെല്ലാം സമ്പൂർണ്ണ രാഗങ്ങളാണ്. ജന്യരാഗങ്ങളിൽ എല്ലാ സ്വരങ്ങളും ഉണ്ടാകണമെന്നില്ല. ചില ജന്യരാഗങ്ങളിൽ പൂർണ്ണസ്വരങ്ങളും എല്ലാ സ്വരങ്ങളും സമ്പൂർണ്ണവും ആയിരിക്കും. ഫസ്റ്റിൽ നമുക്ക് സമ്പൂർണ്ണ രാഗം. അപ്പോൾ നമ്മൾ സമ്പൂർണ്ണം എന്ന് പറയില്ല. അങ്ങോട്ട് ആരോഹണത്തിലും അവരോഹണത്തിലും സവൻസ്വരാസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? സമ്പൂർണ്ണ രാഗങ്ങൾ. നേരെ വെച്ചിട്ട് സമ്പൂർണ്ണ രാഗങ്ങൾ. അപ്പോൾ ആരോഹണത്തിൽ വേറെന്താണ്? മൂർച്ഛന. ഒരു രാഗത്തിൻ്റെ മൂർച്ഛന എന്ന് പറഞ്ഞാൽ ആരോഹണം, അവരോഹണം. അപ്പോൾ ആരോഹണത്തിലും സവൻസ്വരാസ്, അവരോഹണത്തിലും സവൻസ്വരാസ് ഉണ്ടെങ്കിൽ അതിനെന്ത് പറയും? സമ്പൂർണ്ണ രാഗം. അടുത്തത് സമ്പൂർണ്ണം കഴിഞ്ഞ് ഔഡവ രാഗം. ഔഡവ മീൻസ് 5 പെൻഡറ്റോണിക് സ്കെയിൽ. അപ്പോൾ ഔഡവ രാഗം മീൻസ് ആരോഹണം 5 നോട്ട്സ്, അവരോഹണം 5 നോട്ട്സ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ് സമ്പൂർണ്ണ രാഗം. ആൾ 72 മേളകർത്താ രാഗാസ് ആർ സമ്പൂർണ്ണ രാഗം. 72 മേളകർത്താ രാഗങ്ങളും സമ്പൂർണ്ണ രാഗങ്ങളാണ്. അതിൽ എല്ലാ രാഗങ്ങളിലും 7 സ്വരങ്ങളും വീതം. അപ്പോൾ ഔഡവ രാഗം 5 പെൻഡറ്റോണിക് സ്കെയിൽ എന്ന് പറഞ്ഞാൽ 5 സ്വരം വീതം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഏത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞ 5 സ്വരം വീതമുള്ള രാഗങ്ങൾ. അതെ, അതിന് രാഗത്തിൻ്റെ പേര് പറഞ്ഞു. മോഹനം, ഹംസധ്വനി, ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. മോഹനം, ഹംസധ്വനി നിങ്ങൾ പഠിച്ചതാണ്. ഞാൻ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഔഡവ രാഗം. അടുത്തത് ഔഡവ ഷാഡവം. ഔഡവ ഷാഡവം മീൻസ് ആരോഹണത്തിൽ എത്ര സ്വരമുണ്ട്? 5 സ്വരം. അവരോഹണത്തിൽ 6 സ്വരം. അപ്പോൾ ഔഡവ ഷാഡവം. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞേ. ഔഡവ ഷാഡവം നിങ്ങൾ പഠിച്ച രാഗം. നിങ്ങൾ ആദ്യം പഠിച്ച ഗീതം ഏതൊരു രാഗത്തിലാണ്? മലകരി. അതിൻ്റെ ആരോഹണത്തിൽ സരിമ പദസ, അവരോഹണത്തിൽ നീല സാദപ്പ മാതരി, അല്ലേ? അപ്പോൾ ഔഡവ ഷാഡവം മലകരി. എക്സാമ്പിൾ മനസ്സിലായല്ലോ. അടുത്ത് മലകരിയുണ്ട്, ബൗളിയുണ്ട്. അത് രണ്ടിലും ഇനി അടുത്ത് ഷാഡവ രാഗം. ആരോഹണത്തിലും 6 സ്വരം, അവരോഹണത്തിലും 6 സ്വരം. അതിന് ഉദാഹരണം ഹംസാനന്ദിയും മന്ദാരി 2 രാഗവും. ഒന്ന് 53-ാം രാഗത്തിൻ്റെ ജന്യവും ഒന്ന് 51-ാം രാഗത്തിൻ്റെ ജന്യവും. ഏതാണ്? ഹംസാനന്ദിയും പിന്നെ മന്ദാരി. അത് ഏതാണ്? ഷാഡവ. അടുത്തത് ഔഡവ സമ്പൂർണ്ണം എന്ന് പറയുമ്പോൾ എന്താണ്? ആരോഹണത്തിൽ 5 സ്വരം, അവരോഹണത്തിൽ 7 സ്വരം. ഔഡവ സമ്പൂർണ്ണം. അടുത്ത് കേദാരഗോള 28-ാമത്തെ രാഗത്തിൻ്റെ. അപ്പോൾ കേദാരഗോള എക്സാമ്പിൾ ഓർക്കാം. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നത്. അടുത്ത് ഷാഡവ സമ്പൂർണ്ണം. ആരോഹണത്തിൽ 6 സ്വരവും, അവരോഹണത്തിൽ 7 സ്വരം. അതിന് ഉദാഹരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? നിങ്ങൾ പഠിച്ച ഒരു കാമാസ് സ്വരഗതി. അത് ആരോഹണത്തിൽ 6 സ്വരവും, അവരോഹണത്തിൽ 7 സ്വരവും. അടുത്ത് ഈ സമ്പൂർണ്ണ ഔഡവം എന്ന് വെച്ചാൽ ആരോഹണത്തിൽ 7 സ്വരവും, അവരോഹണത്തിൽ 5 സ്വരം. സമ്പൂർണ്ണ ഔഡവം. ഉദാഹരണം ഗരുഡധ്വനി. ഏതാണ്? ഗരുഡധ്വനി. അത് ശങ്കരാഭരണ രാഗത്തിൻ്റെ ജന്യമാണ് ഗരുഡധ്വനി. ഇനി അടുത്ത് സമ്പൂർണ്ണ ഷാഡവം. മീൻസ് ആരോഹണത്തിൽ 7 സ്വരം. സമ്പൂർണ്ണ ഷാഡവം. ആരോഹണത്തിൽ 7 സ്വരവും, അവരോഹണത്തിൽ 6 സ്വരം. അതിനാൽ രാഗം നീലാംബരി അതിനൊരു എക്സാമ്പിളാണ്. ഇനി ഒരു മേളകർത്ത രാഗത്തിൽ നിന്നും ടോട്ടൽ 483 രാഗം നമുക്ക് ജന്യരാഗം ഉണ്ടാക്കാം. എത്ര ഉണ്ടാക്കാം? 483 ജന്യരാഗങ്ങൾ. അപ്പോൾ ടോട്ടൽ 72 രാഗത്തിന് എത്ര വരും? 34,776 രാഗങ്ങളെ നമുക്ക് ഓരോ മേളകർത്ത രാഗത്തിൽ നിന്ന് ഉണ്ടാക്കാം. അപ്പോൾ ടോട്ടൽ എത്ര രാഗം? 34,776. ഇത്രയും രാഗത്തിന് ചാൻസ് ഉണ്ട്. ഇത്രയും രാഗം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും മോർ ദാൻ 30,000 ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഒരു 10 വർഷം മുമ്പ്
എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട് 30,000 കൂടുതൽ രാഗങ്ങൾ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. കാലൊക്കെ ഇത്രയും ഇനി അതിൽ കൂടുതൽ എപ്പോഴും ആൾക്കാർ ഭാഗ്യകാരന്മാർ പുതിയ പുതിയ രാഗങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വരും തലമുറയ്ക്ക് അതൊക്കെ പഠിക്കാനുള്ള ഭാഗ്യം കിട്ടും. നിങ്ങൾക്ക് ചിലപ്പോൾ പഠിക്കാനുള്ള ഭാഗ്യം കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്താം. അടുത്ത 3ാമത്തെ എപ്പിസോഡ് വീണ്ടും തുടരും.